ഇത് സാധാ നോർമൽ അബിയാണ്, ഹൈബ്രിഡ് അബിയാണ്. നോർമൽ ഹൈബ്രിഡ് അബിയാണ് കാണുന്നത് അല്ലേ? അതെ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് അത്യാവശ്യം കായ്ക്കുന്നുണ്ടല്ലോ അല്ലേ? ഓരോ വർഷം ഒരു 10-300 കായ കിട്ടും. ഒരു മീഡിയം സൈസ്, മീഡിയം സൈസാണ്. ടേസ്റ്റിയാണ്. പിന്നെ എന്തിൽ കുറേ സീഡ് കുറേ ഉണ്ടാവും. സീഡ് കൂടുതലായിരിക്കും. രണ്ട് സീഡുണ്ട്. അബി ശരിക്കും ഫുൾ മഞ്ഞാവാൻ കാത്ത് നിൽക്കണം. ഫുൾ മഞ്ഞായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഈ വൈറ്റ് ഉള്ളത് നിറം മാറി കഴിഞ്ഞാൽ ടേസ്റ്റ് വളരെ കുറയും. അപ്പോൾ ടേസ്റ്റ് മാറ്റം വരും. ഫുൾ മഞ്ഞാവാൻ കാത്തിക്കണ്ട. ഓക്കെ. ഫുൾ പഴം മഞ്ഞാവാന്നുണ്ടെങ്കിൽ ഈ ലെവലിലുള്ള ഒരു പച്ചായ കുഴപ്പമില്ല, മനസ്സിലായില്ലേ? ഒന്ന് കാണിച്ചു തന്നെ. ഇപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാവുന്നവർക്ക് നല്ലോണം സമയം കാത്തുനിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പഴുപ്പ് കൂടിയ ടേസ്റ്റ് മാറും. ഇതിൻ്റെ സ്വീറ്റ്നെസ്സും ഒന്ന് കഴിച്ചു നോക്കി. അപ്പോൾ ഇതിനൊരു ചെറിയൊരു ലാറ്റക്സ് എന്തായാലും ഉള്ളതാണല്ലോ അല്ലേ? സപ്പോർട്ടുള്ള ഫാമിലി ആണല്ലോ. 16.1. അത്യാവശ്യം നല്ല സ്വീറ്റ് വാല്യൂ ഉണ്ട് ഇതിന്. കരിക്കിൻ്റെ ഒരു ടേസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ടെൻഡർ കോക്കനട്ട് ജസ്റ്റ് നമ്മളെ ഈ തായ്ലൻഡ് മലേഷ്യയിലൊക്കെ സ്മോക്ക് ചെയ്ത ടെൻഡർ കോക്കനട്ട് ഉണ്ടാവും അല്ലേ? ഒരു സ്മോക്കി ടേസ്റ്റും കൂടെ. പക്ഷേ സ്വീറ്റ്നെസ് കൂടുതലാണ്. സാധാരണ നമ്മളെ ടെൻഡർ കോക്കനട്ടിന് സ്വീറ്റ് ഉണ്ടാവില്ല അല്ലേ? ഇത് സ്വീറ്റ് കൂടും. അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ഫ്ലേവർ എന്ന് പറയുന്നത്. പിന്നെ അബിയു നമ്മൾ ഈ സപ്പോർട്ടില്ല ഈ അതിൽപ്പെട്ട സാധനം ആയതുകൊണ്ട്, ഫാമിലി ആയതുകൊണ്ട് തന്നെ ഈ ലാറ്റക്സ് ഫോർമേഷൻ എല്ലാത്തിനും ഉണ്ടാവും. ശരിക്കും പഴുത്തിട്ടില്ലെങ്കിൽ ശരിക്കും നന്നായിട്ടുണ്ട് ലാറ്റക്സ് അറിയാൻ പറ്റും. തണുപ്പിച്ചാൽ നമ്മൾ സപ്പോർട്ട് അതെ. അതിൻ്റെ നേച്ചറാണ്. അതിനെ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ കഴിക്കുക. അതൊരു പഴത്തിൻ്റെ നേച്ചറാണ്. അതൊരു നെഗറ്റീവായിട്ട് നമ്മൾ കാണേണ്ടതില്ല. ഒരു പഴത്തിൻ്റെ ഒരു ക്വാളിറ്റീസാണത്. ഓക്കെ. അപ്പോൾ അതിന് നന്നായിട്ട് പഴുപ്പിക്കുക. പിന്നെ ഫ്രിഡ്ജിൽ വെക്കുക അല്ലേ? റെഫ്രിജറേറ്റ് ചെയ്യുക. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്? ഓഫ് സീസൺ തന്നെയാണ്. ഇപ്പോൾ ഒരു പഴമില്ല സത്യം. ഒരു പഴമില്ലാത്ത സമയത്താണ്. അപ്പോൾ ഒരു പഴമില്ലാത്ത സമയത്ത് എന്ത് കിട്ടിയാലും നല്ല പഴം. ഇപ്പം അണ്ണാനൊക്കെ നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെയല്ല, അണ്ണാൻ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല അണ്ണാൻ കിളികൾ നല്ല കടിക്കുന്നുണ്ട്. അതെ. അവർക്ക് പരിചയപ്പെട്ടു. ഇപ്പോൾ നമ്മൾ 5 വെറൈറ്റി ഇവിടെ കായ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ വെറൈറ്റിനെ കുറിച്ച് നമുക്ക് അറിയാം. ഇതിപ്പോൾ നോർമൽ വെറൈറ്റിയാണ്, നമ്മൾ ഹൈബ്രിഡ് എന്ന് പറയും. ഇനി നമുക്ക് US ജൈൻ്റ് ഉണ്ട്. അതൊരു 800 ഗ്രാം വലിയ കായ അവിടെ കാണുന്ന. അതിന് സീഡൊക്കെ ചെറുതായിരിക്കും. ഈ സീഡ് കണ്ട, ഇത് ബ്ലാക്കാണ്, പ്യുവർ ബ്ലാക്കാണ് സീഡ്. ഇത് പ്യുവർ ബ്ലാക്കാണ്. ഇനി നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. അപ്പോൾ സീഡ് കുറച്ച് വലുപ്പമുണ്ട്. അത് ഒന്നിൽ തന്നെ 2, 3, ചിലപ്പോൾ 4 സീഡൊക്കെ ഉണ്ടാവും. ഇതേ വലുപ്പത്തിൽ വരും. എന്താകെ 200 ഗ്രാമിൻ്റെ അടുത്തുണ്ടാവുള്ളൂ. ഇത് ഹൈബ്രിഡാണ്. ഇതൊന്നും കൂടി വേണമെങ്കിൽ മുറിച്ച് നോക്കാം. പക്ഷേ ഈ കായ തന്നെ ഒരു 300-400 ഗ്രാംസ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ഇത് കൂടിയുണ്ട്. ഓക്കെ. ഇതന്നെ അത്യാവശ്യം സൈസ് വരും. ഈ ഒരു പച്ച കളറിൽ തന്നെ ഈ ഒരു ഇതിൽ കട്ട് ചെയ്യുന്നതാണ് നല്ലത് അല്ലേ? രണ്ട് സീഡ്. അപ്പോൾ ഇതിന്റെ എല്ലാ ഫ്രൂട്ടിലും 2 സീഡ് ഉണ്ടാവും. 2, 3, 4. ഈ ബ്ലാക്ക് കളർ സീഡ് അല്ലേ? നല്ല ഡാർക്ക് ബ്ലാക്ക് ആയിട്ടുള്ള സീഡ്. നമ്മുടെ എന്താ പറയുക, ഒരു പണ്ട് ഒരു മാഗ്നറ്റിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, പിള്ളേർ കയ്യിലിട്ട് കറക്കുന്നത് അല്ലേ? അതുപോലത്തെ ഒരു സാധനം. അപ്പോൾ അബിയുനെ നമുക്ക് പറയുമ്പോൾ അബിയു ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓഫ് സീസൺ ആണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. നമുക്ക് ഈ സമയത്ത് കിട്ടുന്ന പഴങ്ങൾ ഇപ്പോൾ ഏതാണ്? അബിയു, ജബോട്ടിക്കാബ, പിന്നെ ഏതാ ഉള്ളത്? 4 സീസൺ ലോങ്ങൻ മാത്രം, മറ്റുള്ള ലോങ്ങൻ ഇല്ലല്ലോ. ഓക്കെ. അതൊക്കെയാണ് ഈ സമയത്തുള്ള. വേറെ ഏതെങ്കിലും ഈ സമയത്ത് കായ്ക്കുന്നത് ഇവിടെ ഉണ്ടോ? ഗ്രൂമിച്ചാമ കായ്ച്ചത്, അങ്ങനെ കുറച്ച് ചെറിയ ഐറ്റംസും വലിയ ഐറ്റംസൊക്കെ തന്നെ ഇപ്പോൾ അല്ലേ? കട്ട്നട്ട് വരുന്നുണ്ട്, കട്ട്നട്ട് കായ്ക്കുന്നുണ്ട്. പിന്നെ സപ്പോട്ട കായ്ക്കുന്നുണ്ട്. സപ്പോട്ട ഈ നവംബർ ഡിസംബർ ജബോട്ടിക്കാബ ഫുൾ ടൈം കായ്ക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പഴങ്ങളെ ഈ സീസണിൽ നമുക്ക് ഉള്ളൂ എന്നുള്ളതാണ്. 1-2 വെറൈറ്റി ഉണ്ട്. വിയറ്റ്നാം ജയന്റ് ഉണ്ട്. US ഉണ്ട്. ഇത് US ആണ്. US ജയന്റ് ആണ്. ഇത് കുറച്ചുകൂടി വേറൊരു ക്വാളിറ്റി. ഇതിന്റെ ലീഫും ഇതിന്റെ കായന്റെ വലിപ്പത്തിൽ ഭയങ്കര സൈസ് ആയിട്ടാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് 1 കിലോ വരെയൊക്കെ വരാൻ സാധ്യതയുള്ള സാധനം ആയിരിക്കുമല്ലോ. അതെ അല്ലേ? ഇതിന്റെ കമ്പ് ഇങ്ങനെ തൂങ്ങിപ്പോവും. കമ്പ് തൂങ്ങിപ്പോവും. ഓവറായിട്ട് അതെ, മൊത്തം കമ്പ് ഇരുന്ന് പോയി സാധനത്തിൽ. എന്താ ഇത്ര സൈസ്? ഇത് ഈ ഒരു വെറൈറ്റിൻ്റെ പ്രത്യേകത തന്നെ ആയിരിക്കും അല്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കേട്ടോ. നമ്മൾ ഇത് പൊതുവെ അബിയു കഴിച്ച് പരിചയം കുറവുള്ള ആൾക്കാരാണ്. അത് പഴുത്തത് കഴിക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ അതിട്ട്. പക്ഷെ പഴുത്ത് ഇതിൽ നിപ്പിളുള്ളൂ ഇല്ലാത്തതുണ്ടാവും.
ഇത് തന്നെ ഇപ്പോഴും ആ അത് നിപ്പിളുള്ളൂ ഇല്ലാത്തതും നിപ്പിളും വെറൈറ്റി ഇതിന് നമ്മൾ പറയാറില്ല. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 800-900 ഗ്രാം ഉണ്ടാവും. അത് വേണ്ടോ അത് രണ്ടും അടുത്ത് വെച്ച് നോക്കി അപ്പോഴേ അതിൻ്റെ രണ്ട് സെയിം തന്നെ. ഇതിൽ ഈ വലുപ്പത്തിന് വ്യത്യാസമുള്ളൂ. ഞാൻ പഴുപ്പ് അധികം നോക്കിയെടുത്താൽ ഇത് ഒരു ഉള്ളം കൈയിലേക്ക് സാധനം വരുന്നുണ്ട് കേട്ടോ മൊത്തം. അപ്പോൾ ഇതൊരു 500 ഗ്രാംസിൻ്റെ അടുത്ത് 450 ഒക്കെ അല്ല വരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലുത് പറിക്കണേ നമുക്ക് പറിക്കാം, നോ പ്രോബ്ലം. വലുത് അത് വലുതാണ്. ഇത് കൊത്തിയിട്ടുണ്ട്. പഴുത്തിട്ടില്ല അല്ല പഴുത്തതല്ല, അത് കൊത്തി പോയിട്ടുണ്ട് അല്ലേ. അത് എടുത്തോളി, കുഴപ്പമില്ല. അത് നമുക്ക് കാണിക്കാമല്ലോ, വീഡിയോയിൽ കാണിക്കാം അതിൻ്റെ സൈസ് കാണാനേ. ഇത് കൊത്തിപ്പോയി. കിളികൾ പറഞ്ഞ മാതിരി സീസണിൽ വേറെ ഫ്രൂട്ടുകൾ കിട്ടാത്ത കാരണം കിളികൾ നല്ല രീതിയിൽ സാധനം അടിച്ചു പോകുന്നുണ്ട്. ഇത് ഒരു 700 ഗ്രാംസ് ഒക്കെ അല്ലേ ഉണ്ടാവും. 700 ഗ്രാംസ് ഈ സാധനം വരും. നല്ല ഹെവി സാധനം. നിറയുണ്ട് കേട്ടോ, നോക്കാതല്ല. വേറെ കുറേ ഇനി അതാ ഇതിന് സീസൺ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നുണ്ടോ? വീണ്ടും പല സൈസ്. അതാണ് ഈ അഭിജിൻ്റെ പ്രത്യേകത. 2, 3, 4 വർഷം ഉണ്ടാവും. നമുക്ക് പഴങ്ങൾ കിട്ടാത്ത ഈ ഒരു സമയത്ത് അല്ലേ. അല്ല ഇത് കഴിഞ്ഞിട്ട് അടുത്ത സീസൺ ആയിട്ട് അടുത്ത സീസൺ ഉണ്ടല്ലോ. നിങ്ങളിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ലെയർ ചെയ്ത് തൈ ഉണ്ടാക്കുന്നുണ്ടല്ലേ, ലെയറിങ് ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. വിത്തും രണ്ടും ചെയ്യുന്നുണ്ട്. ഇതും അത്യാവശ്യം സൈസ്. ഒരു നിപ്പിൾ പോലത്തെ ഒരു സാധനം. ഇത് നിങ്ങൾ പറഞ്ഞ നിപ്പിൾ ഉള്ളതും ഇല്ലാത്തതും ഒരേ ഇതിൽ തന്നെ വരുന്നുണ്ട് അല്ലേ. അതെ ഓക്കെ ഓക്കെ. നമ്മളിതിന് നിപ്പിൾ വെറൈറ്റി ആയിട്ടില്ല, ജൈൻ്റ് ആയിട്ടാണ്. അതിൻ്റെ US ജൈൻ്റ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, US ജയൻ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞത് വളരെ അട്രാക്റ്റീവാണ്. ഏത് ഒരു പക്ഷിയെയും ഇത് ആകർഷിക്കും പഴുത്ത് കഴിഞ്ഞാൽ. പക്ഷെ പച്ചയായി കഴിഞ്ഞാൽ തീരെ അറിയൂല അല്ലേ, മരത്തിൽ കായുള്ളതൊന്നും അറിയൂല. ഇതാണ് ഇപ്പോൾ ഇവിടെ വന്ന ടിക്കോണ T31. എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? ബ്രസീലാണ്. അപ്പോൾ നമ്മളിതേമാതിരി എക്സോട്ടിക് പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യുന്ന ആളെടുത്ത് വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അവർ നേരെ സാധാരണ ഇത് മാത്രമല്ല പലതും പുറത്തുനിന്ന് എക്സോട്ടിക് എന്ത് ചെയ്യാറുണ്ട്, വരുത്താറുണ്ട്. അവിടുന്ന് അവർ കൊണ്ടുവന്ന സീഡാണ്. ആ സീഡ് പ്ലാന്റ് നമ്മൾ ചെറിയ പ്ലാന്റ്, ആ 2 ഇലയുള്ള പ്ലാന്റാണ് ഞാൻ കൊണ്ടുവന്നത്. അത് ഇവിടെ വെച്ചു. അതുകൊണ്ട് 2-3 വർഷം പിടിച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ കായ പിടിച്ചതിന് ശേഷമാണ് നമ്മളിതിൻ്റെ വ്യത്യസ്തത മനസ്സിലാവുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ ഒന്നുണ്ടാവും ഇതിൻ്റെ ഈ ഒരു പിന്നെ എപ്പോഴും മാത്രമല്ല അതിൻ്റെ ടേസ്റ്റും മധുരം, ഇതിനുള്ളിലെ അതിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ്സിലുള്ള ഒരു മാറ്റമുണ്ട്. സ്വീറ്റ് മാറ്റം മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ കളറിനും ചെറിയ ചേഞ്ച് ഉണ്ട്. ഒരു പ്യുവർ വൈറ്റ് അല്ല. അതേപോലെ ഇതിന് പറിക്കാൻ പോവാണ്. ഇതുണ്ടോ ഈ ഒരു ഇങ്ങനെ ഒരു ഇതായിട്ട് നിപ്പിളായിട്ട് വരുന്നുണ്ട്. നിപ്പിള് 4 നിപ്പിൾ അല്ലേ, 4-30 ഒരു വെറൈറ്റി ബ്യൂട്ടി ലുക്ക്. അതെ അതെ, അതാണ് നമുക്ക് ഇതിലൊരു ക്വാളിറ്റി, ഒരു സ്പെഷ്യൽ വ്യൂ. ക്വാഡ്രിപ്പിൾ എന്നൊക്കെ പറയാം. ഓക്കെ ശരി. ഇത് വേണമെങ്കിൽ ഇതിൻ്റെ പച്ച വേണമെങ്കിൽ കാണാം. ആദ്യമായിട്ടാണ് ഇത് കായ്ക്കുന്നുണ്ടാവുക. അതെ. നമുക്ക് ഇവിടെ തന്നെ ഇപ്പോൾ നമ്മൾ അങ്ങനെ നാട്ടിൽ ഇതുവരെ കണ്ടില്ല. നമ്മൾ ഒരുപാട് ഈ മേഖലയിൽ നിന്ന് കുറേ കാലം ആ പച്ചയില ശരിക്കും അറിയുന്നുണ്ടല്ലേ. അതെ, നമ്മളിപ്പോൾ ഒരുപാട് കാലം ഈ ഫീൽഡിലുണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ എവിടെയും കാണാൻ കഴിയുന്നില്ല. ഇത് പിടി സാറേ. ഓക്കെ. ഇതിൻ്റെ മേലെയും അത് അത്യാവശ്യം സൈസ് ഉണ്ടല്ലോ. മേലെ ഉള്ളത് ഒരു 100-300 ഗ്രാമൊക്കെ ഉണ്ടാവും. മേലെ 350 ഒക്കെ ഉണ്ടാവും. ഇങ്ങനെയാണ് ഇതിൻ്റെ അല്ലേ. ഇതാണ് ഇതിൻ്റെ നിപ്പിള്. ഇതിൽ ശരിക്കും അറിയുന്നുണ്ട്. ഇങ്ങനെ ഒരു ചുണ്ട് ഇങ്ങനെ അല്ലേ കൂർത്ത് നിൽക്കുന്ന പോലെ നമുക്ക് ശരിക്ക് കിട്ടുന്നുണ്ട്. മറ്റുള്ള അബിയെ വെച്ച് നോക്കുക ഇതൊരു നോർമൽ അബിയുടെ സൈസാണ് വരുന്നത്. പക്ഷെ നമുക്ക് ടേസ്റ്റിലെ വ്യത്യസ്തതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് രുചിച്ച് നോക്കാം അത്.